ഹലോ ഗായ്സ്, ഒരു വാട്ടർ എയ്റ്റിനിടെ കണ്ടാലോ. ഞാൻ ഡയറ്റിലായതുകൊണ്ട് രാവിലെ ഇഡലി, സാമ്പാർ, ഗ്രീൻ പീസ്, ചമ്മന്തി കൂട്ടിക്കുഴച്ച് ഒരു പിടി അങ്ങ് പിടിച്ചു. പിന്നെ മുട്ട ഉണ്ടായിരുന്നു, പിന്നെ വാട്ടർ മെലനും ചായയും കൂടെ കുടിച്ചു. പിന്നെ ഉച്ചയായപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് വിശന്നു. അങ്ങനെ അൽഫാം ചിക്കനും മന്തിയും കൂടെ കഴിച്ചു. ഒരു രക്ഷയില്ലാത്ത മന്തിയായിരുന്നു ഗായ്സ്. മയോണൈസ് കൂടെ കൂട്ടിക്കുഴച്ചൊരു പിടി അങ്ങ് പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും വിശത്ത്. അങ്ങനെ ഞാൻ അൽഫാമും പൊറോട്ടയും കൂടെ കഴിച്ചു. ഗൈസ്, ഞാൻ ഡയറ്റാണ്, നിങ്ങളത് മറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഒരേ ഒരു പൊറോട്ടയിൽ നിർത്തിയത്. മയോണൈസ് ആണെങ്കിൽ ഞാനൊരു തുള്ളി എടുത്തിട്ടുള്ളൂ. കാലറിയേ ഒരു മാസത്തിൽ 10 കിലോയെങ്കിലും കുറയ്ക്കണം ഗായ്സ്. അതുകൊണ്ടാണ് ഞാൻ ഒരേ ഒരു പൊറോട്ട പറഞ്ഞത്. ഡയറ്റ് എടുക്കുന്നവരുടെ ഒരു ബുദ്ധിമുട്ടേ. പിന്നെ ഞാൻ കുറച്ച് ബിരിയാണിയും കുറച്ച് കക്ക റോസ്റ്റും മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ലെമൺ ജ്യൂസ് കൂടെ കുടിച്ചു. എല്ലാം കൂടെ ഇറങ്ങി അങ്ങോട്ട് പോകണ്ടേ ഗായ്സ്. നല്ല സ്മൂത്ത് ആയിരിക്കണ്ടേ പ്രോസസ്സ്. വിശപ്പില്ലായിരുന്നു, പിന്നെ തീരെ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ബിരിയാണി കഴിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല ഗായ്സ്, അടിപൊളി ബിരിയാണിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേറെ ലെവൽ സാധനമായിരുന്നു കേട്ടോ. എല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു പിടി അങ്ങോട്ട് പിടിച്ചോ, സ്വർഗം. പിന്നെ എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടും ഞാൻ പുറത്ത് വരെ പോയപ്പം കാടമുട്ട എന്നെ ഇങ്ങനെ മാടി മാടി വിളിച്ചു. അങ്ങനെ 4 കാടമുട്ട. പിന്നെ ഒരെണ്ണമുള്ളത് ഞാൻ ആദ്യം കഴിച്ചായിരുന്നു. 4 കാടമുട്ടയും കഴിച്ചു. പിന്നെ രാത്രി ഇനി വിശന്നാലോ എന്ന് പേടിച്ച് ഞാൻ ബ്രെഡും സ്റ്റൂവും കഴിച്ചു ഗൈസ്. ഡയറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ബ്രെഡിൽ ഒതുക്കിയത്. ഇല്ലേ നെയ്ച്ചോറൊക്കെ പറയായിരുന്നു. നിങ്ങൾ എന്നെ പറയത്തില്ലേ, പക്ഷെ ഞാൻ പറയത്തില്ല, കാരണം സ്ട്രിക്റ്റ് ഡയറ്റിലാണ്. അതുകൊണ്ട് ഞാൻ 5 ബ്രെഡും ഒരിച്ചിരി ബീഫ് സ്റ്റൂ മാത്രമേ കഴിച്ചുള്ളൂ ഗൈസ്. സ്റ്റൂ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് പ്രോട്ടീൻസ് അല്ലേ, വെജിറ്റബിൾസും ഒക്കെ. പിന്നെ സൈഡിൽ ഒരിച്ചിരി ബീഫ് ഉണ്ടെന്നല്ലേ ഉള്ളൂ. അത് സാരമില്ല ഗൈസ്. ബൈ.